വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സെല്ലിൽ നിന്ന് ഇയാൾ ഇഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ. സെല്ലിന്റെ താഴത്തെ കമ്പികൾ മുറിച്ചാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് ഇറങ്ങിയത്. ജയിലിലെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി വിനോദ് ചേരുന്നു. വിനോദ്, കണ്ണൂർ സെൻട്രൽ ജയിൽ തന്നെ അത്യാവശ്യം സുരക്ഷയുള്ളതാണ്. ജയിലിനുള്ളിലെ ജയിൽ എന്ന് അറിയപ്പെടുന്ന ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഇയാൾ വളരെ നിഷ്പ്രയാസം പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് നോട്ടമെത്തുന്ന ഒരു ഭാഗത്താണ് ഈ സെല്ലുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ 1:15 തൊട്ട് ഇത് പുറം ലോകം അറിയുന്നത് വരെയുള്ള സമയത്ത് CCTV ആരും കണ്ടിട്ടില്ല. അവിടെ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതും തിരിച്ച് 3 തവണ വന്ന് സാധനങ്ങൾ എടുത്തു പോകുന്നതൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ആ അശ്രദ്ധയും അനാസ്ഥയും എത്രത്തോളം വ്യക്തമാവുന്നുണ്ട്? ശ്രീജ, അടിമുടി വീഴ്ചയാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവ് അതാണിപ്പോൾ ഈ ദൃശ്യങ്ങളായി പുറത്തു വരുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ജയിൽ ചാട്ടം നടന്ന 25-ന് പുലർച്ചെ 1:14 ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. ഈ സെല്ലിൻ്റെ താഴത്തെ അഴികൾ മുറിച്ചു മാറ്റി അത് ദിവസങ്ങളോളം ഈ ഹക്സോ ബ്ലേഡ് കൊണ്ട് അറുക്കുകയും അത് നൂല് കൊണ്ട് കെട്ടിവെക്കുകയും ചെയ്തു. അവിടെയും ജയിൽ ഉദ്യോഗസ്ഥർക്ക് വന്ന ഏറ്റവും വലിയ ഒരു വീഴ്ച, പൂച്ച കയറാതിരിക്കാനാണ് ഇങ്ങനെ സെല്ലിന് താഴെ നൂല് കൊണ്ട് കെട്ടുന്നതെന്നൊരു വിശദീകരണമാണ് ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പക്ഷേ അത് മുഖവിലേക്കെടുക്കാൻ മാത്രം, അല്ലെങ്കിൽ അത്ര കണ്ട് ബുദ്ധിശൂന്യരാണോ ജയിൽ ഉദ്യോഗസ്ഥർ എന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഉയരുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ആ ജയിലിനുള്ളിലെ ജയിൽ എന്ന് പറയുന്നതാണ് 10-ാം നമ്പർ ബ്ലോക്ക്. അതിനപ്പുറത്തേക്ക് ഒരു സുരക്ഷാ കേന്ദ്രം കണ്ണൂർ സെൻട്രൽ ജയിലിലില്ല. അവിടെയാണ് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്നത്. അങ്ങനെ 1-2 പേരെ മാത്രം ഒരു സെല്ലിൽ പാർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിലെ അഴികൾ ഇങ്ങനെ ഒരു അസ്വാഭാവികമായി കാണുമ്പോൾ, അത് ദിവസങ്ങളോളം ഇരിക്കുമ്പോൾ അത് പരിശോധിക്കുന്നില്ല. മാത്രമല്ല 10-ാം നമ്പർ ബ്ലോക്കിൽ 64 സെല്ലുകളുണ്ട്. അവിടെ ഒന്നും കയറാത്ത പൂച്ച എന്തുകൊണ്ട് ഈ സെല്ലിൽ കയറുന്നു, ഇവിടെ ഇങ്ങനെ നൂല് വരുന്നു എന്ന കാര്യം ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല എന്നത് തന്നെയാണ് വീഴ്ച. ഇതിൽ 1:14-ന് ഗോവിന്ദച്ചാമി പുറത്തേക്ക് ഊർന്നിറങ്ങുകയും പിന്നീട് അകത്തേക്ക് പോവുകയും വീണ്ടും ഈ ഭാണ്ഡക്കെട്ടുമായി തിരികെ വരികയും ചെയ്യുന്നു. ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് ശേഖരിച്ച തുണി അത് കെട്ടിയാണ് ജയിൽ ചാടുന്നത്. അങ്ങനെയെങ്കിൽ ആ തുണി ശേഖരിച്ചത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റ് വീഴ്ചകളുണ്ട്. ഈ CCTV നിരീക്ഷിക്കുന്നതിന് അവിടെ സ്ഥിരമായ ഒരു ഉദ്യോഗസ്ഥൻ വേണ്ടതാണ്. മറ്റൊരു ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മറ്റൊരു തടവ് പുള്ളിയുടെ ചികിത്സാർത്ഥം ഈ ഉദ്യോഗസ്ഥൻ പുറത്ത് ആയിരുന്നു ഈ നിരീക്ഷണം നടത്തേണ്ട സമയത്തെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. രാത്രി 3 തവണ പട്രോളിംഗ് നടക്കേണ്ടതാണ്. ആ പട്രോളിംഗ് നടന്നിട്ടില്ല. ഈ താടി വളർത്തിയത് അത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. ശരീരം മെലിച്ചത്, ആഹാരക്രമത്തിൽ മാറ്റം വരുത്തിയത്, ഇതെല്ലാം തന്നെ മുൻകൂട്ടി കാണാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അടിമുടി അക്കമിട്ട് നിരത്താൻ കഴിയുന്ന തരത്തിലുള്ള വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും ഇത് സർക്കാരിനെതിരെ, ജയിൽ വകുപ്പിനെതിരെ വലിയ ആരോപണം ഉണ്ടാകുമ്പോൾ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കാണ് സെല്ലിൽ നിന്ന് പുറത്തു പോയത് എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യം സർക്കാരിന് കൂടിയുണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും ആ വകുപ്പിൽ നിന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി 3 അന്വേഷണങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കമ്മീഷനുണ്ട്. മുൻ DGP ജേക്കബ് പുന്നൂസ്, അതോടൊപ്പം തന്നെ മുൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അവരടങ്ങുന്ന 2-അംഗ സമിതിയുണ്ട്. ആ സമിതിയുടെ അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണമുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പമാണ് വകുപ്പ് തലത്തിൽ നടക്കുന്ന അന്വേഷണം. അങ്ങനെ ത്രിതല അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണങ്ങളെല്ലാം നടക്കുമ്പോഴും ഇതിന് മറുപടി ലഭിക്കേണ്ടത് 1-2 ചോദ്യത്തിനല്ല, 1-2 സംശയങ്ങൾക്കല്ല, നിരവധി സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾക്കെല്ലാം ഈ അന്വേഷണങ്ങളിലൂടെ സർക്കാർ മറുപടി പറയേണ്ടി വരും. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സെല്ലിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുന്നതും പിന്നീട് ശേഖരിച്ചു വെച്ച വസ്തുക്കൾ എടുക്കാൻ 3 തവണ തിരിച്ചെത്തുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എത്രത്തോളം കാര്യമായ ഒരു അശ്രദ്ധ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.